നേരെ കാറ്റിക്ക് അതാ വീട് നല്ല കാറ്റി കാണാം. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ എത്തിയില്ലേ? ഏതായാലും മിന്നെ വീട്ടിലെത്തിട്ടോ. ഇത് എത്ര ദിവസമായി കാട് ഇങ്ങനെ വെട്ടാനും ഒന്ന് വെട്ടി വെളിച്ചാക്കാനും ഒക്കെ ആവശ്യപ്പെട്ടത്. ഇപ്പൊ ഒന്ന് വന്നതാണ്. എല്ലാവർക്കും മനസ്സിലാക്കില്ലേ നമ്മളെ റുമൈസാന്റെ ഉപ്പയാണ് കേട്ടോ ഇത്. നമ്മളെ വീഡിയോസിലൊക്കെ റുമൈസ് അൻവറിന്റെ മാഷാ അല്ലാഹ്. ഇന്ന് മദ്രസ ലീവ് ആയിരുന്നു. ഞായറാഴ്ച ലീവാണ്. ഞായറാഴ്ച ലീവാണ് ഉണ്ടാകും. സ്കൂൾ സിസ്റ്റം ആകുമ്പോ അങ്ങനെ ഉണ്ടാകുക. വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ഇത് കാര്യമായിട്ട് വലിയ കാള് ഇതൊക്കെ തന്നെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വൃത്തിയാക്കിയാണ്. അത് തന്നെ. ചായ ഒരു കട്ടൻ കുടിച്ചിട്ട് കട്ടൻ എടുത്തോ. ഓ അപ്പൊ ഫ്രണ്ട്സ് കട്ടൻ ചായക്ക് വെള്ളം വെച്ചേക്ക് മിച്ചറ് വേറെന്താ ഉണ്ടോ? പിന്നെ മിച്ചറില്ലാത്ത അരിപ്പൊടി. പക്ഷെ അരിപ്പൊടി എടുക്കാനല്ല. എവിടെ തെറ്റത്താ? ഇത് അംസയാ മോളെ. അഹങ്കാരത്തിന് കിട്ടിയതായി. എന്തോ ഭാഗ്യത്തിന് കറിയില് വീണിക്കില്ല. ഇതിലിട്ടോ. ഓ കടിയൊന്നും ഇല്ലട്ടാ. അരിപ്പൊടി ഒന്ന് നോക്ക്. എല്ലാ ഇതിട്ട് മിക്സ്. ഇവളെ ഫേവറേറ്റ് അരിപ്പൊടി. ഇതെന്താ പറയാ? പൂരം വറുത്തെന്ന് പറയാം. പൂരം വറുത്ത നാട്ടിലൊക്കെ അങ്ങനെ പറയാം. പൂരം വറുത്തെന്ന് പറയാം. നമ്മള് അരിപ്പൊടി ഓളും പൂരം വറുത്തെന്ന്. ഇനി വല്ല വില ഉണ്ട് അല്ലേ? ഓ നല്ല വില ഉണ്ട്. 200 അടുത്ത് 150-200 റുപ്യ വില ഉണ്ട് കിലോന്റെ വില. നമുക്കിന്റെ കച്ചവടം തുടങ്ങിയാലോ? പിന്നെ കുറച്ച് പൂരം വറുത്ത വിറ്റിട്ട്. നമ്മളെ ഈ പെണ്ണുങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ തൊഴിലുറപ്പിന്റെ സ്ത്രീകളൊക്കെ അങ്ങനെ ഇങ്ങനെ വറുത്തുങ്ങാണ്ട് ലൈനിൽ കൊണ്ടുപോയിട്ട് പേക്കാക്കിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത് നമുക്ക് ഈ കാടൊക്കെ ഉള്ളൊന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ല, പിന്നെയും വരും. എന്നാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇവിടെ ഒരു അയില് കെട്ടണം. എന്നിട്ട് അതാണ് ടാസ്ക്. ഇവിടെ ഇങ്ങനെ കച്ചറ ഇതാവുമ്പോൾ ഓക്കൊരു പേടിയാണ് എന്തേലും വരുമോന്ന്. പിന്നെ ഇവിടെ ഉള്ളത് കാരണം ഒന്ന് ഇപ്പൊ വരെ വേറെ ഇവിടെ എന്താ എടുക്കണോ? ചെറിയൊരു കിച്ചണിൽ പണിയുണ്ട്. ഇട്ടിട്ട് അല്ല ഓല വേണമെന്നൊന്നുമില്ല. ഞാൻ താഴത്ത് ഇടല. ഒരു പച്ചമുളക് പോലും ഇരുമലില്ലാലോ. ഞാൻ ഒറ്റ ഒന്ന് കിട്ടുമോ നോക്കട്ടെ. ഇളയതൊന്നുണ്ട്. 2 ഇളയത് പറ്റുമോ? തരക്കേടില്ലാത്ത പറ്റൂലോ. എന്ത് ഞാൻ ഇടക്കിടക്ക് കഞ്ഞിന്റെ വെള്ളം പാരലുണ്ടല്ലോ. കഞ്ഞിന്റെ വെള്ളം എവിടുന്ന്? മെല്ലാടെ പോയി ഒട്ടിച്ചിങ് പോന്നാലോ. ചോദിച്ചു നോക്കട്ടെ. 2 മതിയോ? ഓക്കെ. 3 എണ്ണം കൂടല്ലേ ഒരാളോട്. അപ്പൊ ഫ്രണ്ട്സ് ഉപയോഗിച്ചിന് അവിടെ പോയിട്ട് കുറച്ച് പച്ചമുളക് വാങ്ങി വരികയാണ് കേട്ടാ. നല്ല എരിവുള്ള മുളകായത്. അപ്പം നല്ലോണം മുറിച്ചിട്ടിട്ട് പൂളയും നല്ല ചിക്കൻ കറിയും കേട്ടോ. പിന്നെ കുറച്ച് പൊറാട്ടയും വാങ്ങണം. ഇപ്പൊ ഇവിടെയൊക്കെ നല്ല ക്ലീനായിട്ടാ. അധികം ഏരിയത്ത് പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തുകൂടെ. കല്ല് നേരെ തലക്ക് തെറിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് പോയി എടുത്തുകൂടെ. കല്ല് തലക്കാ തെറിക്കുക. അപ്പം ഇദ്ദേഹം ബാക്കിയും കൂടി വേഗം കേങ്ങ് റെഡിയാക്കട്ടെ. കുറേ മുറിച്ചിട്ട് കഴിഞ്ഞിട്ടാ. പിന്നെ കേങ്ങ് ഇതാ റെഡിയാക്കി അങ്ങ് തന്നിക്കിട്ടാ. വേഗം വെച്ചെന്നാല് കഴിയാനായി. ചായ കുടിക്കാണ്ട് പോയി കളി മൂപ്പറി. കഴുകി കുക്കറിലിടാൻ വേണ്ടിയേ. കറണ്ട് പോയല്ലോ. കറണ്ട് ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാനാവുക? ആ. 1  2  3  4  5  6  7  8  9  10  11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155
നല്ല തേങ്ങയല്ല പിന്നെ അടക്ക് എടുക്കല്ലേ അല്ലാതെ തന്നെ കുറച്ചേ ഉള്ളൂ. ദേശം ഒന്ന് നിന്നിട്ട് മധുരമൊക്കെ ഉണ്ടോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നല്ല തേങ്ങയാണോന്ന്, നല്ല തേങ്ങ ആണോ മൂത്ത തേങ്ങയാണോ നോക്കണ്ടേ? നോക്കിയതാണ്. അരിഞ്ഞോ ഇതൊന്നോ ഇത് പറ്റാത്ത കണക്ക് ഏരിയല്ലേ? പറ്റാത്ത അയ്യോ പിന്നെ പച്ചമുളക് തീർത്തെടുക്കാൻ വന്നിക്കേ, എന്നാലേ എരിവുണ്ടാവും. ഇതുപോലെ തീർത്തു കൊടുക്കണം, എന്നാലേ എരിവുണ്ടാവും. നന്നിക്ക് ഇവിടെ ഉള്ള ഒന്നും കൂട്ടണം. ഒന്നിട്ടുണ്ട് ഒന്നുണ്ടോ നോക്കട്ടെ ആദ്യം എങ്ങനെ ഉണ്ട്. ഓ അപ്പൊ പച്ചമുളകും സ്ക്രബ്ബറും ഒക്കെ ഇവിടെ എടുത്തു വെച്ച് കിട്ടോ? സ്ക്രബ്ബർ അതിലിട്ട് കൂട്ടി അടിക്കാനുള്ളതല്ലേ? പുയിങ്ങാനുള്ളതല്ല, അത് ഇങ്ങക്ക് കഴുകാനുള്ളതാ. ബാത്റൂം പോകാൻ വാങ്ങിയതല്ലേ? എന്താ അല്ല പിന്നെ ഈ ചമ്മന്തി ഒടിച്ചൊരു മുളക് ഇടോ മറന്നു വയ്ക്കോ? നല്ല എരിവുണ്ട്. എരിവുണ്ടോ? ഈ ലായ പച്ചക്കളർ ആയില്ല, മറ്റേ മുളകാണ്ട് പറിക്കുന്നല്ലേ. അവിടത്തേക്കാ എന്താ പിന്നെ ആദ്യമൊക്കെ പോക്കിക്കാളുവാ? ഇത് വെന്തിക്കണോ നോക്കട്ടെ. ഇപ്പം വെന്തരിഞ്ഞുണ്ട്. അലിഞ്ഞിക്കൊന്നുണ്ടാവില്ലല്ലോ. അപ്പൊ നല്ല ഉഷാറായിട്ട് ബന്ധിയുണ്ട് കേട്ടോ കിഴങ്ങ്. ഇനി ഒന്ന് അയ്യണ്ടിയേ തിന്നാനാ? ഇനി വെള്ളം മറിക്കാണ് കേട്ടോ. അപ്പൊ ഈ വെക്കണ്ടിയേ? ഓ എങ്ങനെ ഇങ്ങനെ കുമ്പിടിച്ചാൽ മതിയോടോ? ഓക്കെ വെള്ളം മറിച്ച് ഇനിയോ ഏതാക്കണ്ടേ? ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വാർന്ന് കടി വെച്ചിട്ട് ചമ്മന്തി ഇട്ട് മിക്സ് ആയിട്ട് ചെയ്താലും. ഓക്കെ അത് വെച്ച് ഇനി വെളിച്ചെണ്ണ പൊട്ടിക്കാനാ? വെളിച്ചെണ്ണ പൊട്ടിക്കൂല, കടുകാ പൊട്ടിക്കൂല. ചുവന്നയിലുള്ളല്ലേ വെളിച്ചെണ്ണ? ഇതില് ലേശം ഉണ്ടല്ലോ, ഇത് മതിയാവോ? അത് പോരാ, അത് എടുക്കണ്ടല്ലേ? ഓക്കെ എളുപ്പപ്പണി ഏതാ നോക്കുക, അതാദ്യം ചെയ്യാ. ഇനി ലേശോ അധികം കിട്ടടാ. ചൂടായിക്കോ നോക്കിയതാ? സാമ്പിൾ ആയിനോ അത്? ചൂടായില്ല. ഇനി ആരാ ടെസ്റ്ററോ? അല്ലാണ്ട് തൊട്ടോക്കേ. ആ വിരളന്ന് പൊട്ടി തെറിക്കുന്നതാ. ചതിയോ ഇടാനാ? ഞാൻ ചമ്മന്തി അതിലേക്ക് ഇത് ചോക്കന വറക്കണോ? ചോക്കൂല ഇനിന്റെ ഇടാനാ? കിഴങ്ങിടാനാ? സാഹസികത്തിന് മുതിരുന്നില്ല. എന്തായാലും ഫോണോടെ വെച്ചിട്ടിടല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ സ്വാദിഷ്ടമായ കിഴങ്ങ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ അറിയില്ലേ, ഫുഡൊക്കെ ആയില്ലേ? ഇനി അത് പണി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ ഇറങ്ങണം കേട്ടോ. എന്താ ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാ മൊത്തം ഇതിന്റെ മുമ്പുള്ള അവസ്ഥ ഇപ്പൊ നോക്കി നോക്ക്. എല്ലാം റെഡി ആയില്ലേ? എന്നാ വേഗം ചായ കുടിക്കാലോ, എന്നിട്ട് ബാക്കി എവിടെ പോവാണ്ടാ? താമരശ്ശേരി ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. അവിടുത്തെല്ലാം ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു. കൂടൂലെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. മോളും മിന്നൊക്കെ ഉണ്ടല്ലോ ആടെ. എന്ത് ഡ്യൂട്ടി? ആടെ പിന്നെ വെണ്ടിയേഴ്സിന്റെ ഒരു ഡ്യൂട്ടി ഉണ്ട് ഹോസ്പിറ്റലില്. അപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ വളണ്ടിയർമാരാണ്. ഒരാൾക്ക് സോഷ്യൽ സർവീസിലാ? കൂടുതലെങ്കിൽ പിന്നെ കമ്മിറ്റി വേറെ ആളെ വിളിക്കും, പകരാളെ വിളിക്കും, പോയി സഹായിച്ചു കൊടുക്കുക. അതിന് പോണല്ലേ? അതിനായിട്ട് പോണം. ഭംഗിയായി വൃത്തിയാക്കി കൊടുത്ത് ഉഷാറായി നല്ല തെളിവ് വന്നത്. ആദ്യത്തെ പോണമെന്നല്ല, എല്ലാവർക്കും നല്ല സന്തോഷത്തിലാക്കി കൊടുത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടാവുള്ളൂ. എന്നാല് ചായ കുടിക്കാം നമുക്ക്. ഇവിടെ ഒക്കെ നല്ല സെറ്റ് ആയിക്കിട്ടാ. കാട് പിടിച്ച്
ആ പായല്ലേ അത് ഇവിടെ കെട്ടണം എന്നുണ്ടായിരുന്നു. പിന്നെ പുര മൊത്തം താറപ്പായി പോയിട്ട് വീട് കാണുന്നില്ല. ഇത് തന്നെ എനക്ക് എന്തോ ഒരു അടങ്ങാറാ. അല്ല അത് അവിടെ ഒരു ഷീറ്റ് ഇട്ടാ നല്ല. അതിന് ഷീറ്റ് ഇടുക, ഷീറ്റ് ഇടുവാൻ നല്ല പൈസ വരും. അതാണ് ചുരുങ്ങിയൊരു 20 ഉറുപ്പ്യ നമ്മള് കയ്യിൽ കാണണം. 20 ഇവിടെ മതിയാവാൻ ചാൻസ് കുറവാ. നമ്മള് ബാക്കിൽ ചെറിയ അത് ഇട്ടിട്ട് തന്നെ 30ന്റെ മുകളിലായിക്ക്. അത് ഒരെടുക്കുന്ന സമയത്ത് അതെ. ഇത് ഈ പിന്നെ ഇതുള്ളതുകൊണ്ട് വീട് ഒരു കാണുന്നില്ല, ഒരു തെളിവില്ല പുറത്തുനിന്ന്. അതെ, നിങ്ങൾ പറഞ്ഞാൽ ഇതൊന്ന് മടക്കിയാ സുഖായില്ലേ. ചായ റെഡിയാ? വെള്ളം വെച്ചില്ലേ? ഓ ഓ ഓ ചായ ഇതാ. ചായ അങ്ങക്ക് പറ്റുമോ നോക്കിയാ, ഒരു മസാല ചായ. അത് ചായ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഇക്ക പണി കഴിഞ്ഞോണ്ട് ഉള്ളിക്കാരി ഇരിക്കൂലെന്ന് പറഞ്ഞിട്ടോ. അതുകൊണ്ടാണ് സന്തോഷം. ഉള്ളിക്കാരി ഇരിക്കേനു കേട്ടാ. നമുക്ക് ഇതാണ് സന്തോഷം. പണി കഴിഞ്ഞോണ്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കും. നമുക്ക് ഇതാ സന്തോഷം. എന്തില്ല അത് കിട്ടൂല. നിങ്ങള് അങ്ങനെ കൈ കൊണ്ടങ്ങ് എടുത്തോ, പ്രശ്നമല്ല. പൂള പൂള എന്തോ വലിയ മലയാളന്മാരോട് പറയും പോലെ അങ്ങനെ കൈ കൊണ്ടങ്ങ് എടുത്താ. നമ്മള് സ്വന്തം പോലെ കഴിക്കുന്നത്. ഇവിടെ ഈ കോലായിൽ ഇങ്ങനെ ഇരിക്കുക നല്ല സുഖ. അതെ, കാറ്റും സീറ്റുകൾ നല്ലോണം വെച്ച്. അതെ, താർപ്പായി കെട്ടണം. നീന്ന് പറഞ്ഞേ അല്ല, ഇത് കാറ്റത് വേഗം കഴിഞ്ഞു. താർപ്പായല്ലേ, നമുക്കൊരു ഷീറ്റ് ഇടണം ആകുന്ന കാലത്ത്. ആയ കാലത്ത് എന്ന് പറഞ്ഞാ ഓള് ചിരിക്കൂ. അതേത് കാലാന്ന് വെച്ചിട്ട് അതങ്ങാവൂ. അതെ, നമ്മള് വിചാരിക്കും പോരാറ്റ അല്ലേ, ഇതുപോലെ എല്ലാം ആക്കിക്കില്ലേ. ഇനിയും അങ്ങ് ആയിക്കോളൂ. അത് തന്നെ ഇത് ഫുള്ള് ബാക്കിയാ. ടേസ്റ്റ് നോക്കണ്ട, ഓളുണ്ടാക്കിയതാ. അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല. എന്താ ഇന്നലെ ഞാൻ കറി വെക്കുമ്പോ നിങ്ങള് വെച്ചാ ടേസ്റ്റ് ഉണ്ടാവൂല, ഞാൻ തന്നെ വെക്കുന്ന പറഞ്ഞ് വെച്ച അവള് കറി. നിങ്ങക്ക് കുറച്ച് ഒരു പൊറാട്ട കൂടി എടുക്ക. ഫോണല്ല എടുത്തില്ല? അവിടെ നോക്കി പോയി ഇറങ്ങുമ്പോ ഈ മിഷ്യൻ നോക്കണേ. ഇറങ്ങുമ്പോ കുറച്ച് അല്ല മിഷ്യൻ താഴെ കൊണ്ടായി തരണ. ആയിക്കോട്ടോ. വലൈക്കും സ്സലാം. അപ്പൊ ഫ്രണ്ട്സ് ഇക്ക അങ്ങനെ പോവുകയാണ്. അച്ഛനെ കുറച്ച് റിസ്ക് ആണ് ഇവിടുന്ന് പോവാൻ, പരിചയമില്ലാത്തവർക്ക്. അപ്പൊ ഇനിയാണ് പണി. ഇനി ഇതൊക്കെ മൊത്തം ക്ലീനാക്കാം കേട്ടോ. നല്ലോണം വലിയ പണിയില്ല, ചെത്തിയിട്ടതൊക്കെ ഒന്ന് ലെവലാക്കണം. എന്നാ സുഖായില്ല, ഇനിയാണ്. എന്ത് നിങ്ങൾക്കല്ല ഇനിയും വരണോ? അത് പോട്ടെ, ഞാൻ ഒറ്റക്ക് ക്ലീൻ ആക്കിക്കോന്നാ. വേഗം പോരി. ചോറ് വെക്കണ്ട, ഇതാണ് ഫസ്റ്റ്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിതാ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഫുള്ള് ക്ലീനിങ്ങിനേക്ക് ഇറങ്ങാൻ. മിന്നുവാണ് മെയിനായിട്ട് ക്ലീൻ ആക്കുന്നത്. ഞാൻ ജസ്റ്റ് അവിടെ നോക്കി നിൽക്കുകയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരുന്ന ആളാ. ഓ ഇനി എന്ത് കറക്കുവാനാ? ഇനി ജലദോഷം ഒന്നും ഒരു വലിയ അസുഖമല്ല മോളെ, അത് പോട്ടെ. തലക്കാലം ഇപ്പം തിന്നൂട്, എന്നിട്ട് ബാക്കി നോക്കാം. സൂപ്പറാ, കുഴപ്പമില്ല, തരക്കേടില്ല. അപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് പണികളുണ്ട് കേട്ടോ.
ഫോൺ എടുത്ത് നിന്നാൽ അതൊന്നും നടക്കൂല. നിങ്ങൾക്ക് ലാസ്റ്റ് ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ ഇതെത്ര വണ്ടികളെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അതായത് ഇത് സൈക്കിള് നമ്മൾ തടി ഉറക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് XL100 വണ്ടി ആക്രി എടുക്കാനും മറ്റൊക്കെ ആയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇപ്പം ഗുഡ്സുള്ളതുകൊണ്ട് ഇത് കൊടുത്താലോ എന്നുള്ളൊരു ആലോചനയിലാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറമുള്ള ഇതാണെങ്കിൽ 6000 ഉറുപ്പ്യക്ക് അന്ന് അനിയനിക്കൊരു ബൈക്ക് വേണമെന്നുള്ളതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് ഞാൻ കോളേജ് പഠിക്കുമ്പോഴുള്ള സമയം തൊട്ട് കൂടെ ഉള്ളതാണ്. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഒരുപാടുള്ള പോലെ തോന്നുമെങ്കിലും ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ് ഇവിടെ അടിപൊളിയായിരിക്കുകയാണ്. ഫുള്ള് ക്ലീനായി, എല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ടോ. അപ്പം നല്ല രസമില്ലേ? ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടന്ന് ഇപ്പോൾ എല്ലാം നല്ല ക്ലീനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതാ ഇപ്പം മിറ്റമൊക്കെ ഒരുപാടുള്ള പോലെ ഉണ്ട്. ഓയ് എല്ലാം ക്ലീനായില്ലേ? സമാധാനമായോ? ഒക്കെ സെറ്റായില്ലേ? എന്താ ഈ സൈഡൊക്കെ, അതെ ഈ സൈഡെല്ലാം നല്ലോണം പുല്ല് പിടിച്ചിട്ടുള്ള ഇതാ ഇപ്പം എല്ലാം ക്ലീനായി. ഇപ്പം കുറേ മിറ്റുകളുണ്ടല്ലേ? ആ അല്ല വണ്ടിയെ ചെറിയ നടുവിലൊരു വീടും കുറേ മുറ്റോ ഇഷ്ടം. അതാണ് എനിക്കിഷ്ടം, ചെറിയ വീടും വലിയ മുറ്റോ കുറേ കൃഷിയും. അപ്പോൾ ഫ്രണ്ട്സ്, തളർന്നൊരു ബൈക്കായി കിട്ടോ. രാവിലെ തുടങ്ങിയ പണി അവിടെ എന്തെങ്കിലും തുടങ്ങിയാൽ പിന്നെ നിൽക്കുവാനാവില്ല. കാരണം പായസം എന്തിന് തടി കൂടുവാൻ? എനിക്ക് വേണ്ട, എനിക്ക് കുറച്ച് വേണ്ടായിട്ടാ. പായസം വേണ്ട, ഇനിയൊരു ഷെയ്ക്ക് അടിച്ചാൽ മതി. അതും തടീൻ്റെ കാര്യത്തിൽ കണക്ക് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നിർത്തുകയാണ്. ഭയങ്കര ടയേർഡായി. അന്ന് പോയി കുളിച്ച് സെറ്റാട്ടെ, എന്നിട്ട് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. ഇന്ന് പോവാനാന്നില്ല. നിങ്ങൾ അന്ന് രാവിലെ പോകുമ്പോൾ ആടിയിരിക്കുക, അതെടുക്കാൻ പോകാനും ഒക്കെ ആടെയും ഇവിടെയും കൊമ്പും ഓരോന്നായിട്ട് ഒറ്റക്ക് ചെയ്യാനാകുന്നില്ല അല്ലേ? സംഭവം ശരിയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറേ കാലം ഇവിടെ ഇല്ലേനല്ലോ. അപ്പോൾ അതൊന്ന് ലെവലായി വരണമെങ്കിൽ ആദ്യം ഫുള്ള് ക്ലീൻ ആയാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇനി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പോൾ 1 മാസമായി നമ്മൾ എറണാകുളത്തുനിന്ന് വന്നിട്ടെങ്കിലും ഫുള്ള് യാത്രകൾ തന്നെ ആയിരുന്നു അല്ലേ? ഞാൻ കല്യാണ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഡെയിലി കുറേ പെൻഡിങ് ഉണ്ടായിട്ട് പോയി. നമ്മളും വേറെ വീഡിയോ എടുക്കാനൊക്കെ പോയിട്ട് വീട്ടിൽ നിൽക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ക്ലീനിങ് പരിപാടി എല്ലാം അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും ഇനിയെല്ലാം സെറ്റായില്ലേ? ഇനി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, എന്നാൽ പ്രശ്നമില്ല. എന്നാൽ പിന്നെ വീഡിയോ നിർത്തല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബായ്. ഒരു ബായ് പറഞ്ഞു.